ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ തന്നെ ഇന്നും രാവിലെ എണീറ്റ ഉടനെ നമ്മുടെ കലാപരിപാടികളെല്ലാം ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ എണീച്ച് നേരെ വർക്ക് ഏരിയൻ്റെ പുറത്തേക്ക് വന്നു. ചിപ്പിക്കുട്ടനെല്ലാം ഒന്ന് തൊട്ട് തലോടി. അപ്പോഴത്തേക്കും നമ്മുടെ ടുട്ടുമണി ഭയങ്കര കരച്ചിൽ, പാല് വേണമെന്നും പറഞ്ഞിട്ട് പാല് വേണമെന്നും പറഞ്ഞ് കരഞ്ഞ് എൻ്റെ മടിയിൽ കയറി സോപ്പിങ് തുടങ്ങി. കണ്ട, അപ്പോഴത്തേക്ക് ഏട്ടൻ പാലെല്ലാം മേടിച്ചു കൊണ്ടുവന്നു. പിന്നെ ഞാൻ പാല് തിളപ്പിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് രണ്ടുപേർക്കും തണിയാൻ വെച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന് ഏട്ടന് രാവിലെ ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഞാനിന്ന് നേരെ അടുക്കളയിൽ കയറിയിട്ടോ. ഇന്ന് പുട്ടും പഴമാണ്. അപ്പോൾ നമുക്ക് പുട്ടെല്ലാം കുഴച്ച് പുട്ടുണ്ടാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഗാർഡനിലേക്കെല്ലാം ഇറങ്ങാം. അപ്പോൾ പുട്ടടുപ്പത്ത് വെച്ചു. അപ്പോൾ എനിക്ക് എണീറ്റ ഉടനെ ഗാർഡൻ കാണാൻ ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി എല്ലാവരെയും ഒന്ന് ഓടിച്ച് നോക്കിയിട്ടാണ്. മൊത്തത്തിൽ ഗാർഡനിലെ പണിയൊന്നും ഇപ്പം പറ്റൂല. ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്ത് വിട്ടതിന് ശേഷം ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പണിയെടുക്കുക. ഇന്നലെ കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് വെള്ളം ഒഴിക്കേണ്ട പണിയൊന്നുമില്ല. പിന്നെ മഴത്തുള്ളിയെല്ലാം ഇത് കണ്ട, ചെടീൻ്റെ മേലെല്ലാം വെള്ളമുണ്ട്. മഴ പെയ്തതിൻ്റെ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. ഇത് രസമാണെന്ന് പറയാം. രാവിലെ തന്നെ ഗാർഡനിലേക്ക് ഇറങ്ങിയാൽ നല്ലൊരു മനസ്സിന് സന്തോഷമാണ്. അപ്പോഴത്തേക്കത് അതിൻ്റെ ഇടയിൽ ഓരോരോ പുല്ലും കാടെല്ലാം മുളച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനങ്ങ് പറിച്ച് കളഞ്ഞു. ഇത് കോളിയാസ് ചെടിയാണ് കേട്ടോ. നല്ല രസമല്ല കാണാൻ. ഇതിന് കുറേ കളറുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എല്ലാം നശിച്ചു പോയി. അങ്ങനെ ഒന്നൊന്ന് ഗാർഡനിൽ ചുറ്റിയടിച്ച് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും എന്താ ആവി പോയി നന്നായിട്ട് വെന്തിട്ടുണ്ട് പുട്ട്. ഇനി നമുക്കത് തള്ളിയിടാം. പുട്ട് തള്ളൽ എന്നല്ലേ പറയാം, കുത്തിയിടലെന്ന് പറയും നമ്മളിവിടെയെല്ലാം. ഏട്ടൻ കുളിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. പുട്ടും പഴവും പഞ്ചസാര കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. കറീനേക്കാൾ ഇഷ്ടം എനിക്ക് പുട്ടും പഴവും പഞ്ചസാരയാണ്. ഞാൻ പഞ്ചസാര കുറച്ചെടുക്കും. അങ്ങനെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ടാറ്റാ ബൈ പറഞ്ഞിട്ട് പോവാന്ന് കേട്ടോ. ഇനി എനിക്ക് മുറ്റത്താണ് ഇനി അടുത്ത പരിപാടിയെല്ലാം മുറ്റത്താണ്. അപ്പോൾ ഒരു മഞ്ഞപ്പൂവിൻ്റെ മരം കണ്ടോ, നിറയെ താഴെ പൂ വീണിട്ടുണ്ട്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇത് അടിച്ച് വാരിയാലും വൃത്തിയാവില്ല. വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ വീണ് കിടക്കും. അപ്പോഴത്തേക്കും ചിപ്പിക്കുട്ടൻ ബഹളം തുടങ്ങി. ടുട്ടുമണി പാലും കുടിച്ച് ചുരുണ്ടുകൂടി ഉറങ്ങി. കണ്ട എന്താ ഉറക്ക ചാക്കിൻ്റെ മേലെ. ടുട്ടുമണി ഞാൻ മിറ്റടിക്കുന്നേക്കിലേക്ക് വരാൻ വേണ്ടി ഭയങ്കര കുര. അങ്ങനെ അവനെ കൊണ്ടൊന്ന് ഗേറ്റിൻ്റെ അടുത്ത് കെട്ടിയിട്ടോ. രാവിലെ ഒന്നും ഇവിടെ കൊണ്ട് കെട്ടും, ഇല്ലെങ്കിലും അവൻ എന്നെ മിറ്റടിക്കാൻ സമ്മതിക്കില്ല. കെട്ടിയാൽ മാത്രം പോരാ, അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കണം. ഇതെല്ലാം എനിക്ക് പണി ഒരുങ്ങാത്തത്. എനിക്ക് എപ്പോഴും പണിയാണ്. എന്താ പണി രണ്ടുപേരല്ലേ ഇല്ലോന്ന് ചോദിക്കും എല്ലാവരും. പക്ഷേങ്കിൽ ഇതാണ്, ഇവരെ കൂടെ കുറേ സമയം കളിക്കണം. പിന്നെ ചെടീൻ്റെ അടുത്തേക്ക് പോകും കുറേ നേരം. അതെല്ലാം കഴിഞ്ഞാണ് അകത്തെ പണി എടുക്കുന്നത്. പിന്നെ നമുക്കവിടെ സമയം കിട്ടാനാ? അതാണ് പണി ഒരുങ്ങാത്തത്. എന്നെ കിട്ടിയാൽ പിന്നെ ഓനിങ്ങനെയാണോ മേത്ത് കയറി പരാക്രമാണ്. ഓനിങ്ങനെ കയറി അങ്ങ് തലയിലോളം തുള്ളും. അങ്ങനത്തെ കുട്ടനാണ്. പിന്നെ ഞാൻ വടി എടുക്കണം. വടി എടുത്താൽ പിന്നെ എന്നെ ഇങ്ങോട്ട് പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ മേത്ത് കയറുന്നില്ല. വടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സൈലൻ്റായി.
നല്ല രസമാണ് കേട്ടോ ഇവരെ കൂടെയെല്ലാം രാവിലെ ഒന്ന് കളിക്കുമ്പോൾ നല്ല മൈൻഡ് നല്ല ഫ്രഷാവും. ഒന്നും ഇവിടെ കൊണ്ട് കെട്ടും, മുറ്റടിച്ച് തീരുന്നവരെ കെട്ടും. പിന്നെ ഞാൻ ചൂലെല്ലാം എടുത്ത് മുറ്റടിക്കാൻ തുടങ്ങി. ഇന്ന് ഏതായാലും വെള്ളം ഒഴിക്കേണ്ട പണിയില്ല. ഇന്നലെ കുറച്ച് മഴ കിട്ടിയിരുന്നു. അല്ലെങ്കിൽ പിന്നെ മുറ്റടിച്ച് കഴിഞ്ഞ് രാവിലെ വെള്ളം അടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അകത്ത് കയറുന്നത് കേട്ടോ. ഓരോ മൂഡ് പോലെ ഇരിക്കും. ചില ദിവസം അകത്തെ പണിയായിരിക്കും, അത് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങും. ചില ദിവസം മുറ്റത്തേത് കഴിഞ്ഞ് അകത്തേക്ക് കയറും. അങ്ങനെയല്ലാണ് എൻ്റെ മൂഡ് പോലെ ഇരിക്കും. അപ്പോഴത്തേക്കും നമ്മളെ ടുട്ടുമണി അമ്മയും ചിപ്പിക്കുട്ടനും കളിക്കുന്നതൊക്കെ കേട്ടിട്ട് ഇതാ മുടന്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു കാലിന് വയ്യാട്ടോ അതിന്. അപ്പം ഞാൻ മുറ്റത്തിൻ്റെ ഒരു സൈഡ് അടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഈ പൂവെല്ലാം ഇങ്ങനെ വീണ് കിടക്കുന്നത്, അതെല്ലാം അടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഏകദേശം മുറ്റടിയെല്ലാം ഒരുവിധം കഴിഞ്ഞു. പിന്നെ ചെടീനെല്ലാം വീണ്ടും ഒന്ന് നോക്കി. അപ്പോൾ നമ്മളെ മുറ്റത്തിലെ മൂവണ്ട മാവില്ലേ, നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. കുറച്ചെല്ലാം പറിച്ച് പഴുപ്പിക്കാൻ വെച്ചു. ബാക്കി ഇങ്ങനെ ഓരോന്ന് വീഴും. രാവിലെ ആയിട്ട് മാങ്ങ പറിക്കിനി, എന്നാലും പിന്നെ അടിച്ചു വരുമ്പോൾ ഒരു മാങ്ങ വീഴുന്ന ഒച്ച കേട്ടു. അപ്പോൾ അതൊന്ന് പറക്കിയേക്കാൻ നേരിച്ചിട്ട് ഞാനൊന്ന് നോക്കിയതാണ്. ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ ടുട്ടുമണിയും ചിപ്പിക്കുട്ടനും അടി കൂടാൻ തുടങ്ങി. ടുട്ടുമണി കിടന്ന് ഉരുളുന്നു. അതിന് ഷിപ്പിനെ ഭയങ്കര ഇഷ്ടാട്ടോ. ഷിപ്പി അതിനെ ഓട്ടിക്കും കണ്ടോ. ഓട്ടടോ ഓട്ട്, ഓട് ഓട് ഓട്. പാവം ടുട്ടുമണി. അതിനൊരു കാലിന് വയ്യാത്തോണ്ടാണ് എനിക്ക് അതിനോട് സങ്കടം. അതിന് ഭയങ്കര ഇഷ്ടമാണ്. പാവം കണ്ട മോട്ടി മോട്ടി പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 10 മണിച്ചെടി. ഒത്തിരി 10 മണിച്ചെടി ഉണ്ടായിരുന്നു, എല്ലാം നശിച്ചു പോയി. എന്നാലും ഞാൻ വീണ്ടും വീണ്ടും ചെടികളിങ്ങനെ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. മൊത്തത്തിലും വീടിൻ്റെ മുന്നിൽ ചെടി മോശമാവാൻ ഞാൻ സമ്മതിക്കൂല. എനിക്ക് ചെടി അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുപോലെ കോളിയാസിൻ്റെയും കുറേ വെറൈറ്റി ഉണ്ടായിന്, എല്ലാം പോയി. ചെടികൾ അങ്ങനെയാണ്, പോയിക്കൊണ്ടും പിന്നെ നമ്മൾ നട്ടു കൊടുത്തോണ്ടും അങ്ങനെ ഇരിക്കണം. കണ്ടോ കോളിയാസ്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യും. അടുത്തുള്ള ഹൈപ്പും കൂടെ കൊടുക്കാൻ മറക്കരുത് ഗൈസ്. ഓക്കെ, ബായ്.